ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ഡൈൻ വിത്ത് ജെയ്സണിൽ കാളിഫ്ലവർ ചുക്ക ഉണ്ടാക്കാം. ചിക്കൻ ചുക്ക, മട്ടൻ ചുക്ക എന്ന് പറയുന്നത് പോലെ കാളിഫ്ലവർ ചുക്ക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉള്ളതാണ്, നല്ല സ്പൈസിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വറുക്കാനുണ്ട്. വറുത്തിട്ട് നമുക്കിപ്പോൾ തന്നെ തുടങ്ങാം. പിന്നെ 1/2 കിലോ ഫ്ലവർ എടുത്തിട്ടുണ്ട്. കഴുകി ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ചുടുവെള്ളത്തിലിട്ട് കഴുകിയതാണിത്. മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് ഈ വറുക്കുന്ന സാധനങ്ങൾ എങ്ങനെയൊക്കെയെന്ന് നോക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം പട്ട, 3 ഗ്രാമ്പ്, കൂടുതൽ വേണ്ട, 3 ഗ്രാമ്പ്, 1 ഏലക്കായി, 1 മുളക്, 1/2 സ്പൂൺ കുരുമുളക്, അതേപോലെ 1/2 സ്പൂൺ ചെറിയ ജീരകം, കുറച്ച് മല്ലി, കുറച്ച് വലിയ ജീരകം. ഇതൊക്കെ നന്നായി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട്, എണ്ണയൊന്നും വേണ്ട, വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്കിത് അവസാനം ഇടാനുള്ളതാണ്, പൊടിച്ചെടുക്കാം. പിന്നെ പാനിൽ എണ്ണ ചൂടാകുമ്പോൾ ഈ ഫ്ലവർ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ ഫ്ലവർ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകും പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തീ സിമ്മിൽ വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ പൗഡറൊന്നും കരിയാൻ പാടില്ല, നോക്കണം. കാളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് മെല്ലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി കിട്ടുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകും കറിക്ക്. വെള്ളമൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. ഇതാ കണ്ടില്ലേ, വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. വേറൊരു പാൻ അടുപ്പി വെച്ചിട്ട് അതിലേക്ക് 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് സവാള പൊടിയായി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ ഒരു നല്ല പഴുത്ത തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടണം. ചെറുതാണെങ്കിൽ 2 തക്കാളി എടുക്കുക, അല്ലെങ്കിൽ 1 മതി. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ഫ്ലവർ ഒന്ന് വേവിക്കാനുള്ള വെള്ളമാണിത്. പോരെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ ആദ്യം വഴറ്റി വെച്ചിരിക്കുന്ന ഈ ഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് സിമ്മിലൊന്ന് വേവിച്ചെടുക്കണം. ഇത് ചപ്പാത്തിൻ്റെയും പൊറോട്ടിൻ്റെയും ചോറ്റിൻ്റെയും നെയ്ച്ചോറ്റിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ല ചൊടിയുള്ള നല്ലൊരു സൈഡ് ഡിഷാണിത്. അടച്ചു വെച്ച് സിമ്മിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിൽ തന്നെ വെള്ളമുണ്ട്, എന്നാലും നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കണം. നന്നായി വെന്ത ശേഷം നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ലേശം പോരാ തോന്നി, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും അധികവും ചില്ലി ഗോബി ഉണ്ടാക്കും, അല്ലെങ്കിൽ കുറുമ ഉണ്ടാക്കും. ഇത് അധികം ആരും ട്രൈ ചെയ്ത് കണ്ടിട്ടില്ല. ഒന്ന് നോക്കണം. നമ്മൾ ചിക്കൻ ചുക്ക, മട്ടൻ ചുക്ക കഴിക്കും പോലെ തന്നെ അതേ ഒരു ടേസ്റ്റ് കിട്ടും, നോക്കണം. നമ്മുടെ ചുക്ക റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായി ഡ്രൈ ആയി എടുക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.